നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ നടക്കുന്നത് എങ്ങനെ? ഭക്ഷണം ഉമിനീരുമായി ചേർത്ത് ചവയ്ക്കുമ്പോൾ തന്നെ ദഹന പ്രക്രിയ ആരംഭിക്കുന്നു. ചവച്ച മിശ്രിതം നാക്ക് പുറകിലേക്ക് നീക്കി ഫാരിങ്സ്, ഓരോ ഫാരിങ്സ് വഴി അന്നനാളത്തിലേക്കും അവിടുന്ന് പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്ന ചലനം വഴിക്ക് ആമാശയത്തിലേക്കും എത്തുന്നു. ആമാശയത്തിലെത്തുന്ന ഭക്ഷണം ആമാശയം പുറപ്പെടുവിക്കുന്ന ആസിഡും മറ്റു ദഹനരസങ്ങളുമായി ചേർന്ന് ദഹിച്ച് കൈം എന്ന വസ്തുവായി മാറുന്നു. ഉദ്ദേശം 80 മിനിറ്റ് കഴിഞ്ഞ് ഈ കൈം ചെറുകുടലിലേക്ക് എത്തുന്നു. ദഹിച്ച കൈമിൻ്റെ പ്രധാന ഭാഗം ശരീരം വലിച്ചെടുക്കുന്നു. കൈം ചെറുകുടലിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് ചെറുകുടലിലെ രക്തക്കുഴലുകൾ കൈമിലെ പ്രധാന പോഷകങ്ങൾ വലിച്ചെടുത്ത് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ബാക്കി ഭാഗം വൻകുടലിലേക്ക് നീങ്ങുന്നു. ശരീരം ചില പോഷകങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത് വൻകുടലിലാണ്. ദഹിക്കാത്ത ഭക്ഷണങ്ങൾ വൻകുടലിൽ താഴേക്ക് നീങ്ങി മലമായി മാറുന്നു. അങ്ങനെ ഒരു ദഹന പ്രക്രിയ പൂർത്തിയാകുന്നു. ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.